കോപശാന്തി. കഥ തുടങ്ങുന്നു. കുളപ്പുരയുടെ പടിക്കലെത്തിയപ്പോൾ തന്നെ പരിസരം വിറച്ചുകൊണ്ട് തുടിക്കുന്നത് കാണാമായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറയുന്നു. ക്ഷുദ്ധിപാസാദികളുടെ മണം വായുവിലുണ്ടായിരുന്നുവത്രേ. ധനുമാസമായിരുന്നു. തണുപ്പിൻ്റെ അവസാനത്തെ അലയും വെയിലിൽ അലിഞ്ഞ സമയം. 11 മണി. പഞ്ചായത്ത് നിരത്ത് വിട്ട് വയൽവരമ്പത്തൂടെ ഏട്ടൻ കുളപ്പുരയിലേക്ക് നടന്നു. മുറ്റത്ത് 1-2 പണിക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു മുതലാളി കടന്നു വരുന്നത് കണ്ടപ്പോൾ തൊഴിലാളികൾ തലയിൽ നിന്ന് മുണ്ടെടുത്ത് വന്നിച്ചു നിന്നു. അങ്ങനെ ചെയ്യേണ്ടതില്ലെന്ന് അന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. 50 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാം സംഘടിക്കുകയും കരം 1 മണിയും കൊടുക്കാതെ ജന്മിമാരെ കരാവോ ചെയ്ത് നിർത്തുന്നതുമാകുന്നു. മേനോൻ സ്ഥലത്തുണ്ടോ എന്ന് ദിസാക്ഷി അന്വേഷിച്ചു. അകത്ത് എഴുന്നള്ളി ഇരിപ്പുണ്ടെന്ന് പണിക്കാർ ബോധിപ്പിച്ചു. എത്രയും താഴ്മയായി. ദിക്സാക്ഷി കോലായിൽ കയറി. കോലായും 2 മുറിയും ഒരു ചായ്പുമാണ് കുളപ്പുരയിലുള്ളത്. ഒരു മുറി മനുഷ്യവാസത്തിന്, മറ്റൊന്ന് നെല്ലും കൃഷിക്കുള്ള പണിയായുധങ്ങളും താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനും. ചായ്പ് വിവിധ ഉദ്ദേശങ്ങൾ നിർവഹിക്കാനുള്ളതാണ്. ഉൾമുറിയും അടുക്കളയും കലവറയും എല്ലാമാണ്. വാസയോഗ്യമായ മുറിയിൽ ആളെ കാണാഞ്ഞപ്പോൾ ഏട്ടൻ കുരച്ചു. അപ്പോൾ ചായ്പിൽ നിന്ന് അച്ചടി മലയാളത്തിൽ ചോദ്യം: ആരാണിവിടെ? 1.5 നൂറ്റാണ്ടിന് മുമ്പാണെങ്കിൽ കുഞ്ഞൻ മേനോൻ ആരെവിടെ എന്ന് ചോദിക്കുമായിരുന്നു. അക്കാലം അദ്ദേഹത്തിൻ്റെ പൂർവികർ സാമൂതിരിപ്പാടിൻ്റെ പടനായകന്മാരായിരുന്നു. ദൃക്സാക്ഷി പറഞ്ഞു: ഞാനാണ് കുട്ടിക്കൃഷ്ണൻ. മറുപടിക്ക് പകരം മേനോനാണ് വന്നതെന്ന് ഏട്ടൻ പറയുന്നു. കുളി കഴിഞ്ഞ് കുടുമ ഉലർത്തി കെട്ടിയിരുന്നു. നെറ്റിയിൽ ചന്ദനവും സിന്ദൂരവും പൊട്ടുതൊട്ടിരുന്നു. തൊങ്ങുന്ന മുറുകയുള്ള മലമലിൻ്റെ കുപ്പായവും കരമുണ്ടും അണിഞ്ഞിരുന്നു. ദൃക്സാക്ഷിയെ കണ്ടപ്പോൾ മേനോൻ പറഞ്ഞു: ആ വരൂ വരൂ, എപ്പോൾ വന്നു? എത്തിയതേ ഉള്ളൂ. ആ, വിശേഷമെന്തുണ്ട്? മൂപ്പിനാർക്ക് സുഖം തന്നെയല്ലേ? അലോഹ്യമൊന്നുമില്ല. മേനോനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. വീരനായർ ചിരിച്ചു. ഇന്ന് എന്നെ അങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പായിന്തലനെ മടക്കി വച്ചിരുന്ന ഒരു ഇരട്ട ബെഞ്ച് ചൂണ്ടി അദ്ദേഹം ദൃക്സാക്ഷിയെ ഇരിക്കാൻ ക്ഷണിച്ചു. ഏട്ടൻ പറഞ്ഞു: നിരത്തിൽ വണ്ടി കാണാഞ്ഞപ്പോൾ മേനോൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് സംശയിച്ചു. ഒരു എലിയ മണക്കുന്ന സംശയം തോന്നിയ മേനോൻ ചോദിച്ചു: ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അവിടെ പോയിരുന്നോ? അവിടെ എന്നുദ്ദേശിച്ചത് ഭാര്യ വീടിനെയാണ്. അതുകൊണ്ട് പിടികൊടുക്കാതെ ദൃക്സാക്ഷി പറഞ്ഞു: അവിടേക്ക് പുറപ്പെട്ടതാണ്. വഴിക്ക് വെച്ച് ഇവിടേക്ക് വണ്ടിയിൽ വരുന്നത് കണ്ടതായി ഒരാൾ പറഞ്ഞു. ആശ്വാസത്തോടെയാണ് മേനോൻ ചിരിച്ചതെന്ന് ഏട്ടൻ പറയുന്നു. ദൃക്സാക്ഷി ചോദിച്ചു: വണ്ടി എവിടെ? അത് പടനായന്മാരുടെ അനന്തരവൻ പറഞ്ഞു. ഓരോ സാധനത്തിനായി രാവിലെ മുതൽ അയച്ചു തുടങ്ങിയതാണ്. ഒന്ന് കൊണ്ടുവരാൻ പറയുമ്പോൾ വേറൊന്ന് മറക്കും. ഇപ്പോൾ അയച്ചിരിക്കുന്നത് നെയ്യ് കൊണ്ടുവരാനാണ്. നെയ്യോ? എന്തിനാണിപ്പോൾ നെയ്യ്? ഊണൊഴിക്കാൻ തന്നെ. ഊണോ? സാഹസികൻ ചിരിച്ചു. അത് തന്നെ. ഉച്ചഭക്ഷണം ഇന്നിവിടെയാണ്. പദാർത്ഥങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആരാണ് പാചകം? കുടുമികൻ അഭിമാനത്തോടെ ചോദിച്ചു. ഞാൻ തന്നെ. എന്താ, പറ്റില്ലേ? അതല്ല, താൻ ഉദ്ദേശിച്ചെന്ന് പറയാൻ ഏട്ടൻ തുടങ്ങുന്നതിന് മുമ്പ് മേനോൻ പറഞ്ഞു: അടുക്കളയിൽ വരൂ, കാണിച്ചു തരാം. അവിടുത്തെ കോലാഹലത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം ഇങ്ങനെ പോകുന്നു. ഒരു കുടുക്കച്ചെമ്പിൽ അരി വാർത്ത് വെച്ചിരിക്കുന്നു. പച്ചക്കറികൾ ഒരു ഭാഗത്ത് കുന്നായി ക്ഷണിച്ചു കൂട്ടിയിരിക്കുന്നു. ഇടങ്ങഴി കൊണ്ടുള്ള ഒരു സ്ഫടിക ഭരണി നിറയെ തൈരാണ് ഇനിയൊരിനം. മുന്നാഴി പച്ചത്തുവരെ വേവിച്ചത് വേറൊരു ദിക്കിൽ. എല്ലാറ്റിനും മകുടം ചാർത്തിക്കൊണ്ട് ആനത്തലയോളം മസാല അരച്ചത് ഒരു കലച്ചട്ടി നിറയെ. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഭരണികളും ഡപ്പികളും സർവത്ര വേറെയും. ഏട്ടൻ ചോദിച്ചു: എന്താ മേനോൻ ഭാവം? താൻ നിർമ്മിക്കാൻ പോകുന്ന കൃതികളുടെ രൂപരേഖ മേനോൻ വിശദീകരിച്ചു. അരി വാർത്തു, തുവര കൊണ്ട് മസാലക്കറി വയ്ക്കാൻ പോകുന്നു. പയർവകം വേവിച്ചു കഴിഞ്ഞു. പാതി മൂത്ത പടറ്റിക്കായും പയറും കൊണ്ട് മെഴുക്ക് പുരട്ടി. പിന്നെ പപ്പടമുണ്ട്, കടുമാങ്ങായുണ്ട്, തൈരുമുണ്ട്. കഴിഞ്ഞോ? ധർമ്മഭഗൻ ചിരിച്ചു. അങ്ങനെ ചോദിക്കൂ. മത്സ്യമാംസാദികൾ ഒന്നുമില്ല എന്നാണ് ചോദ്യത്തിനർത്ഥം അല്ലേ? കാണിച്ചു തരാം. കമിഴ്ത്തി വെച്ചിരുന്ന ഒരു വലിയ പിച്ചള അടുക്ക് മേനോൻ പൊക്കി. അതിനിടയിൽ ഒരു വലിയ ചീനച്ചട്ടിയായിരുന്നു. അത് നിറയെ കഷ്ണവുമായിരുന്നു. കൂറ്റൻ ഒരിണ സ്രാവിൻ്റെ മുഴുവൻ ഭൗതികാവശിഷ്ടങ്ങളും 2 ഇടങ്ങളിലധികം വരും. ദൃക്സാക്ഷി ചോദിച്ചു: ഇതെന്തിനാണ്? വറുക്കാൻ. മുഴുവനും? പിന്നല്ലാതെ. ഒരു നേരത്തെ ഊണിന് 2 ഇടങ്ങഴി മീൻ വറുത്തതോ? പരമപുച്ഛമായി മേനോൻ പറഞ്ഞു. വറുത്ത സ്രാവ് കഷ്ണമായിട്ടല്ല തിന്നേണ്ടത്, പിടിപിടിയായി വാരി തിന്നണം. അതാണ് വിധി. ഏട്ടനിൽ നിന്ന് വേർക്കുമ്പോൾ സുഖിയൻ പറഞ്ഞു: എല്ലാം വേഗം ശരിയാക്കാം. ഊണ് കഴിച്ച ശേഷം നമുക്ക് ഒരുമിച്ച് പോകാം. ദൃക്സാക്ഷി പറഞ്ഞു.
ഊണിന് അങ്ങോട്ട് ചെല്ലാനാണ് മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിശേഷം? വല്ല പിറന്നാളോ മറ്റോ ഉണ്ടോ? അതൊന്നുമില്ല, എന്നാൽ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. നമ്മൾ ചെന്നിട്ടേ ഊണ് കഴിക്കൂ എന്നാണ് മുത്തച്ഛൻ പറഞ്ഞത്. സാരമില്ല, മൂപ്പർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ എത്താം. ദൃക്സാക്ഷിക്ക് വഴങ്ങേണ്ടി വന്നു. ബഹഭോജനം കഴിഞ്ഞ് 1 മണിയോടെ രണ്ടുപേരും മുത്തച്ഛൻ്റെ സന്നിധിയിലെത്തുന്നു. ഓൾഡ് മാൻ ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. വിശ്വസ്തനെ കണ്ടപ്പോൾ മൂപ്പർ പറഞ്ഞു, ഉച്ച തിരിയുന്നത് വരെ ഞാൻ കാത്തിരുന്നു. ഇപ്പോൾ ഊണ് കഴിഞ്ഞ് കൈ കഴിയതേ ഉള്ളൂ. മേനോൻ പറഞ്ഞു, ഒരു വിരോധമില്ല, എന്നല്ല, നന്നായി. ഞങ്ങൾ ഊണ് കഴിച്ചു. ഓ, എന്തായിരുന്നു വിശേഷം? ഒന്നുമില്ല. എന്തായിരുന്നു വിഭവങ്ങൾ? ദൃക്സാക്ഷിയെ ചൂണ്ടി മേനോൻ പറഞ്ഞു. ചോദിക്കൂ. ദൃക്സാക്ഷി എല്ലാം പറഞ്ഞു. പറയുന്നതിനിടയ്ക്ക് മുത്തശ്ശിയും ഭീമപത്നിയും പൂമുഖവാതിൽ മറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ ചോദിച്ചു, എന്താ മേനോനെ ഇത് കഥ? അസാധാരണമായി എന്താണുണ്ടായെന്ന് മേനോൻ ചോദിച്ചു. മുത്തച്ഛൻ പറഞ്ഞു, പുലർച്ചെ 3 വട്ടി ചക്കച്ചുള വറുത്തത് ഒറ്റ ഇരിപ്പിൽ നിന്ന് തിന്നുന്നത് കേട്ടു. അതിനുശേഷം മേനോൻ ഇടയ്ക്ക് കയറി. ആരാണിത് പറഞ്ഞത്? വാതിൽക്കൽ ധർമ്മപത്നി പറഞ്ഞു. ഞാനാണ് പറഞ്ഞത്. മേനോൻ പാളി നോക്കി. അമ്പടാ, നീ എപ്പോൾ വന്നു? രാവിലെ. ദൃക്സാക്ഷി നോക്കി മേനോൻ പറഞ്ഞു. ഓഹോ, ഇതാണോ എന്നെ ഇത്ര പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവരാൻ കാരണം? മുത്തച്ഛൻ ചോദിച്ചു. ഇത്തുകുട്ടിയുമായി രസക്കേടൊന്നുമില്ലല്ലോ? നിസ്സംഗനായി മേനോൻ പറഞ്ഞു. എന്ത് രസക്കേട്? ചക്കച്ചുള വറുത്ത് വയ്ക്കാൻ പറഞ്ഞു. അവൾ ചെയ്തില്ല. തനിയെ വറുത്ത് തിന്നു. സ്വൈരമായി സ്വല്പം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി കുളപ്പരയിൽ പോയി അഗ്രഹാനി വൃത്തിയും വരുത്തി. ഇതിൽ രസക്കേടിൻ്റെ സംഗതി എന്താണുള്ളത്? മുത്തശ്ശി പറഞ്ഞു. എന്നാൽ ഭാര്യ അസാരം പരിഭ്രമിച്ചു. വിരൽ 5ഉം ചേർത്തിളക്കി നിസാരമെന്ന കഥകളി മുദ്ര കാണിച്ച് മേനോൻ പത്നിയെ നോക്കി ചിരിച്ചു. പരിഭ്രമിച്ച നീ മണ്ടി. ഊണ് കഴിച്ചുവെങ്കിൽ പുറപ്പെട്ടേക്ക്. വണ്ടി കെട്ടിയത് അഴിച്ചിട്ടില്ല. മുത്തച്ഛൻ പറഞ്ഞു. ഇനി കാപ്പി കഴിഞ്ഞ് വൈകുന്നേരം പോയാൽ മതി. മേനോൻ മുത്തശ്ശിയോട് ചോദിച്ചു. എന്തുണ്ട് പലഹാരം വല്യമ്മേ? എന്തു വേണം? ഉഴുന്നും നുറുങ്ങരിയും ഉള്ളിയും മുളകും ചേർത്തരച്ച് മുരിങ്ങയില കൂട്ടി നല്ലെണ്ണയിൽ പൊള്ളമായി അപ്പമുണ്ടാക്കിയാൽ തിരക്കേടില്ല. മുത്തശ്ശി പറഞ്ഞു. ശരിയാക്കാം. മുത്തശ്ശൻ ചോദിച്ചു, മേനോന് കുറച്ച് കിടക്കണോ? ഭീമൻ പറഞ്ഞു. കിടക്കുക മാത്രമല്ല, ഉറങ്ങുകൂടി വേണം. ഇല്ലെങ്കിൽ ദഹനം ശരിയാവുകയില്ല. മുത്തച്ഛൻ ചിരിച്ചു. അമാനുഷൻ, ഞങ്ങൾക്കൊക്കെ മെയ്യനങ്ങാതിരുന്നാലാണ് ദഹനക്കേട്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.